ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്ന് എൻ്റെ പപ്പ ഉണ്ടാക്കുന്ന മട്ടൺ സ്റ്റൂ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇവിടെ പപ്പ 1/2 കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. നല്ലോണം വൃത്തിയാക്കി ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പം മട്ടൺ കുക്കറിലോട്ട് ആദ്യം വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം മട്ടൺ ഇട്ട് കൊടുത്തിട്ട് ഒരു 1½ ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൗഡർ, ടർമറിക് പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത് നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതെല്ലാം കൂടെ പൊടിച്ചതാണ്. പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം പപ്പ ഒഴിച്ചു കൊടുക്കുന്നില്ല, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. ഇപ്പം കൊച്ചുമോൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അപ്പവും മട്ടൺ സ്റ്റൂ ആയിരുന്നു വൈകുന്നേരം. അപ്പം അതിന് മട്ടൺ സ്റ്റൂ പപ്പായ ഉണ്ടാക്കിയത്. അപ്പം എന്തേ കൊച്ചുമോൻ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു, എൻ്റെ ബ്രദറും അടുത്ത് നിൽപ്പുണ്ട്. എല്ലാവരും പപ്പ ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ്. ഇപ്പം എല്ലാം മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ കുക്കർ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും പപ്പ മസാലയെല്ലാം വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 3 സവാളയും 2 പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കൊറിയാണ്ടർ പൗഡർ ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പപ്പ ഒരു 1/2 ടീസ്പൂൺ കൂടെ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇട്ട് കൊടുത്തു ഇതിൽ. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് പപ്പ പെരിഞ്ചീരകം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയിലൊന്നും ഇട്ടില്ല, ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു വലിയ ക്യാരറ്റായിരുന്നു കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ 2 പൊട്ടറ്റോ, 2 വലിയ പൊട്ടറ്റോ ആയിരുന്നു. ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് 3-ാം പാലൊഴിച്ചാണ് വേവിച്ചെടുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 3-ാം പാലൊഴിച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അന്നേരത്തിന് നമ്മുടെ കുക്കറിലെ മട്ടൺ വെന്തു. നോക്കിക്ക് നല്ലതായിട്ട് വെന്തിരിപ്പുണ്ട്. അതിൻ്റെ ആ ഗ്രേവിയും ആ മട്ടണും എല്ലാം കൂടെ പപ്പ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പം നോക്കി നല്ലോണം വെന്ത സമയത്ത് പപ്പ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരച്ചൊന്നുമല്ല, അങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുത്തു. എന്നിട്ട് 2-ാം പാൽ ഒഴിച്ചു കൊടുത്തു. 2-ാം പാൽ ഒന്ന് ചൂടായി വന്നപ്പം ഒരു ചെറുതായ ചൂട് വന്നപ്പം പപ്പ 1-ാം പാൽ ഒഴിച്ച് ഓഫ് ചെയ്തെടുത്തേതു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഒക്കെ നോക്കിക്കോണം. നല്ല അടിപൊളി മട്ടൺ സ്റ്റൂ ആണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്ത് നോക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ കാണുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.